ജാവ ടോക്കൺസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 ടോക്കൺസ് ആണുള്ളത്. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, പങ്ക്ച്വേറ്റേഴ്സ്, ലിറ്ററൽസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. അതിൽ ആദ്യത്തെ 3 കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, പങ്ക്ച്വേറ്റേഴ്സ് ഓർ സെപ്പറേറ്റേഴ്സ്, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലിറ്ററൽസ് ആണ്. 4ാമത്തെ ജാവ ടോക്കൺ ആയിട്ടുള്ള ലിറ്ററൽസ് ഓർ കോൺസ്റ്റന്റ്സ്. സോ വാട്ട് ഈസ് ലിറ്ററൽ? Literals are the data item that are fixed data values. Fixed data values ആണ്. For example, നമ്മൾ പ്രോഗ്രാമിംഗിൽ ഉപയോഗിക്കാറുണ്ട് int x equals 100. ഇവിടെ ഈ 100 എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിറ്ററൽ ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ജാവ ലാംഗ്വേജ് സപ്പോർട്ട്സ് 5 major types of literals. First one, integral literal. Second one, floating point literal. Third one, character literal. Fourth one, string literal. Fifth one, boolean literals. Okay, അതിൽ ഒന്നാമത്തേതാണ് integral literals. Integral literals. For integral data types, for example, byte, short, int, long, ഈ 4 എണ്ണമാണ് നമ്മൾ ഇന്റിജർ ടൈപ്പ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫോർ ഇന്റഗ്രൽ ഡാറ്റ ടൈപ്സ്, ഈ 4 ഡാറ്റ ടൈപ്പിനും നമുക്ക് എന്ത് ചെയ്യാം? ലിറ്ററൽസ് സ്പെസിഫൈ ചെയ്യാം. അതിൽ തന്നെ നമ്മൾ ഈ ഇന്റഗ്രൽ ലിറ്ററൽസ് തന്നെ നമ്മൾ 4 രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ഡെസിമൽ ലിറ്ററൽസ്. ഡെസിമൽ ലിറ്ററൽസ്. അപ്പൊ ഈ ഡെസിമൽ ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് 10 ആയിരിക്കും. ബേസ് 10 ആയിരിക്കും. അതായത് അലൗഡ് ഡിജിറ്റ്സ്, ഈ ലിറ്ററലിൽ അലോ ചെയ്തിരിക്കുന്ന ഡിജിറ്റ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 to 9 ആയിരിക്കും. 0 to 9. ഓക്കെ, ദെൻ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ int x equals 101. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഡെസിമൽ നമ്പർ നമ്മൾ പറയുന്നത് തന്നെ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നിനെ നമ്മൾ എക്സിലേക്ക് നമ്മൾ 101 എന്ന് പറയുന്ന ഒരു ഫിക്സഡ് വാല്യൂ അസൈൻ ചെയ്യുന്നു. യെസ്. ഇനി രണ്ടാമത്തേതാണ് ഒക്ടൽ ലിറ്ററൽസ്. ഒക്ടൽ. ഒക്ടൽ ലിറ്ററൽ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒക്ടൽ നമ്പർ സിസ്റ്റം അറിയാവുന്നതാണ്. ബേസ് 8 ആയിരിക്കും. അപ്പോൾ അലൗഡ് ഡിജിറ്റ്സ് 0 to 7 ആയിരിക്കും. 0 to 7 ആയിരിക്കും. എക്സാമ്പിൾ int a equals 0, 1, 2, 6 സെമിക്കോളൻ. അപ്പൊ ഇവിടെ ഒരു കാര്യം വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഒക്ടൽ ലിറ്ററൽ ആണെങ്കിൽ പ്രിഫിക്സ് 0 ഉണ്ടായിരിക്കും. ഒക്ടൽ ലിറ്ററൽ ആണെങ്കിൽ പ്രിഫിക്സ് 0 ഉണ്ടായിരിക്കും. മുമ്പിൽ ഒരു 0 നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എക്സെപ്ഷൻ എറർ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഡെസിമൽ ലിറ്ററൽ, ഒക്ടൽ ലിറ്ററൽ. ദെൻ അടുത്തതാണ് ഹെക്സാഡെസിമൽ ലിറ്ററൽ. ഹെക്സാഡെസിമൽ ലിറ്ററൽ. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ബേസ് 16 ആണ്. ദെൻ അലൗഡ് ഡിജിറ്റ്സ് 0 to 9 ആണ്. ദെൻ അലൗഡ് ക്യാരക്ടേഴ്സ് A to F ആണ്. ഇത് സ്മോൾ ലെറ്റർ A to F ഉം ക്യാപിറ്റൽ A to F ആവും. കേസ് സെൻസിറ്റീവ് അല്ല. A എന്ന് പറഞ്ഞാലും സ്മോൾ ലെറ്റർ A എന്ന് പറഞ്ഞാലും ക്യാപിറ്റൽ A എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ int x equals 0x 1, 2, 3 a e f. അപ്പൊ ഇവിടെ എ എന്നുള്ളത് ഞാൻ ക്യാപിറ്റൽ ഉപയോഗിച്ചു, ഇ എന്നുള്ളത് സ്മോൾ ലെറ്റർ ഉപയോഗിച്ചു,
എഫ് എന്നുള്ളത് സ്മോൾ ലെറ്റർ ഉപയോഗിച്ച് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ എ ടു എഫിലുള്ള ഏത് ക്യാരക്ടർ ഉപയോഗിക്കാം. പക്ഷെ അത് സ്മോൾ ലെറ്റർ ആണോ ക്യാപിറ്റൽ ലെറ്റർ ആണോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് പ്രിഫിക്സ് എന്തുണ്ടായിരിക്കണം? 0x. ഈ എക്സ് എന്നുള്ളത് ഒന്നുകിൽ ക്യാപിറ്റൽ ആവാം അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ആവാം. 0x എന്നുള്ള ഒരു പ്രിഫിക്സ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ലാസ്റ്റ് വൺ, ബൈനറി ലിറ്ററൽ. ബൈനറി ലിറ്ററൽ ആവുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ബൈനറി നമ്പർ സിസ്റ്റം സീറോസ് ഓർ വൺസ് ആണ്. ഇപ്പൊ ഇവിടെ ഒന്നും നോക്കാനില്ല. നിങ്ങളൊരു വേരിയബിൾ നിങ്ങൾ ഇവിടെ ലിറ്ററൽ ഉപയോഗിക്കുന്ന സമയത്ത് പ്രിഫിക്സ് ആയിട്ട് 0b ഉണ്ടായിരിക്കണം. 1010. ഓക്കെ, ഇത് നമുക്ക് 1010 നമുക്ക് ഇഷ്ടമുള്ള 1ഉം 0ഉം വെച്ചിട്ടുള്ള ഏത് നമ്പർ വേണമെങ്കിലും ഉപയോഗിക്കാം, ബൈനറി ആണല്ലോ. അപ്പോ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഏതാണ്? 0b. ഇത് ഒന്നുകിൽ സ്മോൾ ലെറ്റർ ബി ആവാം അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ബി ആവാം, രണ്ടും ശരിയാണ്. ഇവിടെ 0x എന്നുള്ളതും സ്മോൾ ലെറ്റർ x എന്നുള്ളതും രണ്ടും ശരിയാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ഇന്റഗ്രൽ ലിറ്ററലിൽ വരുന്നത്. ഓക്കെ, 5 ടൈപ്സ് ഓഫ് ലിറ്ററൽ ആദ്യത്തേതാണ് ഏത്? ഇന്റഗ്രൽ ലിറ്ററൽ. അതിൽ തന്നെ വരുന്നതാണ് ബൈനറി. അല്ല, ആദ്യം വന്ന ഏതാണ്? ഡെസിമൽ, ഒക്ടൽ, ഹെക്സാഡെസിമൽ, ദെൻ ബൈനറി. അപ്പൊ ഇത് ഏതൊക്കെ ഡാറ്റ ടൈപ്പാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്? ബൈറ്റ്, ഷോർട്ട്, ഇന്റ്, ലോങ്. ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ബൈറ്റ്, ഷോർട്ട്, ഇന്റ്, ലോങ്. മോസ്റ്റ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ഇന്റ് തന്നെയാണ്. രണ്ടാമത്തേതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്. By default, every floating point literal is of double type and hence we cannot assign directly to float type. നമ്മൾ ബൈ ഡീഫോൾട്ട് ചെയ്യുന്ന സമയത്ത് അത് ഡബിൾ ടൈപ്പ് ആയിരിക്കും. അതുകൊണ്ട് ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്ലോട്ട് ടൈപ്പിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെ ഡാറ്റ ടൈപ്പ് ആണ് വരുന്നത്? ഫ്ലോട്ടും ഡബിളും ആണ്. ഫ്ലോട്ടും ഡബിളും ആണ്. ഈ രണ്ട് ഡാറ്റ ടൈപ്പ് ആണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ എന്ന് പറയുന്ന സമയത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ബൈ ഡീഫോൾട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നത് എന്തായിരിക്കും? ഡബിൾ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. ബട്ട് വി ക്യാൻ സ്പെസിഫൈ എക്സ്പ്ലിസിറ്റ്ലി ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ ഈസ് ഓഫ് ഫ്ലോട്ട് ടൈപ്പ് ബൈ സഫിക്സിംഗ് വിത്ത് സ്മോൾ ലെറ്റർ എഫ് ഓർ ക്യാപിറ്റൽ എഫ്. പക്ഷേ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലോട്ട് ടൈപ്പിലേക്ക് അസൈൻ ചെയ്യാം. എങ്ങനെ അസൈൻ ചെയ്യാം? അതിന് സഫിക്സ് ആയിട്ട്, സഫിക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തിൽ എന്ത് കൊടുക്കണം? സ്മോൾ ലെറ്റർ എഫോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എഫോ കൊടുക്കണം. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ഇവിടെ ഡെസിമൽ ഫോമിൽ മാത്രമാണ് സ്പെസിഫൈ ചെയ്യുന്നത്. വി ക്യാൻ ഓൺലി സ്പെസിഫൈ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് ഇൻ ഡെസിമൽ ഫോം. വി കനോട്ട് സ്പെസിഫൈ ഇറ്റ് ഇൻ ഒക്ടൽ ഓർ ഹെക്സാഡെസിമൽ ഫോം. ഓക്കെ, അപ്പൊ ഡെസിമൽ ഫോം ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് 0 to 9, ബേസ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. അതുകൊണ്ട് അലൗഡ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 0 to 9 ആയിരിക്കും. ഓക്കെ, ഇനി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ഡബിൾ ഡി ഈക്വൽസ് 123.456. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ ഈ ഫ്ലോട്ടിലേക്ക് നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഫ്ലോട്ട് വഴി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലോട്ട് എ ഈക്വൽസ് 123.456 ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തതെങ്കിൽ ഇത് എക്സെപ്ഷൻ, കമ്പൈൽ ടൈം എക്സെപ്ഷൻ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ജാവയിൽ ഇങ്ങനെ കൊടുക്കാനുള്ള വകുപ്പില്ല. പക്ഷെ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം? ഫ്ലോട്ട് A equals 123.456f. ഓക്കെ, അപ്പൊ ഇവിടെ സ്മോൾ ലെറ്റർ എഫ് ആവാം, ക്യാപിറ്റൽ ലെറ്റർ എഫ് ആവാം. ഇതാണ് സഫിക്സ് എന്ന് പറയുന്നത്. ഇതാണ് സഫിക്സിങ് വിത്ത് എഫ് ഓർ എഫ്. യെസ്. ഇനി ഡബിൾ ബി ഈക്വൽസ് 123.456 ഇത് പോസിബിൾ ആണ്. ബൈ ഡീഫോൾട്ട് എന്താണ്? ഡബിൾ ടൈപ്പ് ആണ്. ഇത് പോസിബിൾ ആണ്. ഇനി ഇതേപോലെ നമ്മൾ ഇവിടെ എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് സ്പെസിഫൈ ചെയ്യാം എന്ന് പറഞ്ഞു ഫ്ലോട്ടിംഗ് പോയിന്റിന്. അതേപോലെ ഡബിളിനെയും നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലിസിറ്റ്ലി സ്പെസിഫൈ ചെയ്യാം. അതായത് ഡബിൾ ബി ഈക്വൽസ് 123.456 ഡി ഇങ്ങനെയും നമുക്ക് സ്പെസിഫൈ ചെയ്യാം എക്സ്പ്ലിസിറ്റ്ലി. ഡി ഓർ ഡി മീൻസ് സ്മോൾ ലെറ്റർ ഡി ഓർ ക്യാപിറ്റൽ ഡി ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലിസിറ്റ്ലി ഈ
ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററലിനെ നമുക്ക് ഡബിൾ ആയിട്ട് എക്സ്പ്ലിസിറ്റ്ലി ഡബിൾ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഓക്കെ, മൂന്നാമത്തേത് ക്യാരക്ടർ ലിറ്ററൽസ്. ഫോർ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് വി ക്യാൻ സ്പെസിഫൈ ലിറ്ററൽ ഇൻ 4 ways. ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് CHAR എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിനെ നമുക്ക് ലിറ്ററൽ 4 വേയിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തെ വേ ആണ് സിംഗിൾ കോട്ട്. അത് പറയുന്നത് എ ക്യാരക്ടർ ലിറ്ററൽ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് സിംഗിൾ ക്യാരക്ടർ വിത്തിൻ സിംഗിൾ കോഡ്. ഫോർ എക്സാമ്പിൾ CHAR C equals A. ഈ A എന്നുള്ളത് സിംഗിൾ കോഡ്സിന്റെ ഉള്ളിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് വാലിഡ് ആണ്. അതാണ് സിംഗിൾ കോട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംഗിൾ ക്യാരക്ടർ വിത്തിൻ സിംഗിൾ കോഡ്സ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ക്യാരക്ടർ C equals, ഇവിടെ നമ്മൾ സിംഗിൾ കോഡ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ, സറൗണ്ടഡ് വിത്ത് സിംഗിൾ കോഡ്സ് ഇല്ലെങ്കിൽ ഇത് ഇൻവാലിഡ് ആണ്. ദെൻ ഇവിടെ ഒരു ക്യാരക്ടർ അല്ലുള്ളത്, A B 2 ക്യാരക്ടർ ഉണ്ട്, അങ്ങനെയാവുന്ന സമയത്തും ഇൻവാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വേ ആണ് സിംഗിൾ കോഡ്. ഇനി രണ്ടാമത്തെ വേ ആണ് ക്യാരക്ടർ ലിറ്ററൽ ആസ് ഇന്റഗ്രൽ ലിറ്ററൽ. ക്യാരക്ടർ ലിറ്ററൽ ആസ് ഇന്റഗ്രൽ ലിറ്ററൽ. We can specify character literal as integral literal which represents Unicode value of that character. വളരെ ഇമ്പോർട്ടന്റ് ആണ്, Unicode value of that character. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാരക്ടർ ലിറ്ററലിനെ നമുക്ക് ഇന്റഗ്രൽ ലിറ്ററൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം, സ്പെസിഫൈ ചെയ്യാം. എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? ബൈ യൂണിക്കോഡ് വാല്യൂ. ആ ഇന്റഗ്രൽ ലിറ്ററൽ സ്പെസിഫൈ ചെയ്യുന്നത് എന്തായിരിക്കും? ഈ ക്യാരക്ടറിന്റെ യൂണിക്കോഡ് വാല്യൂ ആയിരിക്കും. ഓരോ ക്യാരക്ടറിനും ഓരോ യൂണിക്കോഡ് വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ പറയുന്ന ഇന്റഗ്രൽ ലിറ്ററൽ ഏതൊക്കെ ആവാം? ഡെസിമൽ ആവാം, ഓർ ഒക്ടൽ ആവാം, or hexadecimal, ഏത് വേണമെങ്കിലും ആവാം. ബട്ട് ദ അലൗഡ് റേഞ്ച് ഈസ് 0 to 65535. 0 മുതൽ 65535 വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. ഫോർ എക്സാമ്പിൾ CHAR CH equal to 062. യെസ്, ഇതൊരു ഒക്ടൽ നമ്പർ ആണ്. ഓക്കെ, നമുക്ക് ഒക്ടൽ നമ്പർ ഉപയോഗിക്കാം. യെസ്. ഇനി മൂന്നാമത്തേത് യൂണിക്കോഡ് റെപ്രസെന്റേഷൻ. ആദ്യം സിംഗിൾ കോട്ട് പറഞ്ഞു, രണ്ടാമത് ക്യാരക്ടർ ലിറ്ററൽ ആസ് ഇന്റഗ്രൽ ലിറ്ററൽ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഇതിൽ വരുന്ന 4 വേ ഉണ്ട് എന്ന് പറഞ്ഞു. ക്യാരക്ടർ ലിറ്ററൽ 4 ways ആണെന്ന് പറഞ്ഞു. അതിലെ മൂന്നാമത്തെ വേ ആണ് യൂണിക്കോഡ് റെപ്രസെന്റേഷൻ. വി ക്യാൻ സ്പെസിഫൈ ക്യാരക്ടർ ലിറ്ററൽ ഇൻ യൂണിക്കോഡ് റെപ്രസെന്റേഷൻ. അത് സ്പെസിഫൈ ചെയ്യുന്ന ഒരു സിന്റാക്സ് ഇതാണ്. സിംഗിൾ കോഡ്സിന്റെ ഉള്ളിൽ /u x. ഓക്കെ, ഈ 4x ഡിനോട്ട് ചെയ്യുന്നത് 4 digit ഹെക്സാഡെസിമൽ നമ്പർ ആണ്. ഫോർ എക്സാമ്പിൾ CHAR CH equal to /u 0061. ഓക്കെ, ഇത് നിങ്ങൾ CH പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ ഔട്ട്പുട്ട് എന്തായിരിക്കും? സ്മോൾ ലെറ്റർ A ആയിരിക്കും. എന്തുകൊണ്ട്? ഇത് ഹെക്സാഡെസിമൽ നമ്പർ ആണെന്ന് പറഞ്ഞു. 4 digit ഹെക്സാഡെസിമൽ നമ്പർ ആണ്. ഈ ഹെക്സാഡെസിമലിനെ നമ്മൾ കൺവേർട്ട്, ഇത് യൂണിക്കോഡ് ആണ്. ഇതാണ് യൂണിക്കോഡ്. ഈ യൂണിക്കോഡ് ആണ്. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം 1 into 16 raised to 0 plus 6 into 16 raised to 1 ആയിരിക്കും. നിങ്ങൾക്കറിയാം, ഇത് നമ്മൾ ഇതിന്റെ കൺവേർഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതായത് 1 plus 96 ആയിരിക്കും. അതായത് 97. 1 into 16 raised to 0 എന്ന് പറഞ്ഞാൽ 1. Then 16 into 6 എന്ന് പറഞ്ഞാൽ 96. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 97 ആയിരിക്കും. 97ന്റെ കറസ്പോണ്ടിങ് ASCII എന്ന് പറയുന്നത് A ആണ്. അതാണ് യൂണിക്കോഡ്. ഓക്കെ, സ്മോൾ ലെറ്റർ A ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് മൂന്നാമത്തെ വേ, യൂണിക്കോഡ് റെപ്രസെന്റേഷൻ. ദെൻ നാലാമത്തേത് എസ്കേപ്പ് സീക്വൻസ്. Every escape character can be specified as character literal. For example, CHAR CH equal to /n. ഇതൊരു എസ്കേപ്പ് ക്യാരക്ടർ ആണ്. ഇങ്ങനെ എല്ലാ എസ്കേപ്പ് ക്യാരക്ടറും നമുക്ക് ഈ ഒരു ക്യാരക്ടർ ലിറ്ററലിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. യെസ്,
അപ്പൊ ഇങ്ങനെ 4 വേയിലാണ് നമ്മൾ ക്യാരക്ടർ ലിറ്ററലിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഒന്നാമത് നമ്മൾ പറഞ്ഞു സിംഗിൾ കോട്ട് ഉപയോഗിച്ചിട്ടാണ്, രണ്ടാമത് പറഞ്ഞു ക്യാരക്ടർ ലിറ്ററൽ ആസ് ഇന്റഗ്രൽ ലിറ്ററൽ, മൂന്നാമത് പറഞ്ഞു യൂണിക്കോഡ് റെപ്രസെന്റേഷൻ, നാലാമത്തേത് എസ്കേപ്പ് സീക്വൻസ്. ഓക്കെ, ഇനി ആദ്യം പറഞ്ഞ കാറ്റഗറൈസേഷനിലെ നാലാമത്തെ ടൈപ്പ് ഓഫ് ലിറ്ററൽ ആണ് സ്ട്രിംഗ് ലിറ്ററൽ. സ്ട്രിംഗ് ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എനി സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് വിത്തിൻ ഡബിൾ കോട്ട്സ്. എനി സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് വിത്തിൻ ഡബിൾ കോട്ട്സ് ഈസ് ട്രീറ്റഡ് ആസ് സ്ട്രിംഗ് ലിറ്ററൽ. ഫോർ എക്സാമ്പിൾ, സ്ട്രിംഗ് A equals hello. Okay, any sequence of characters within double quotes is treated as string literal. വളരെ സിമ്പിൾ ആണ്. ഇനി ലാസ്റ്റ് വൺ, അഞ്ചാമത്തേത് ബൂളിയൻ ലിറ്ററൽ. ബൂളിയൻ ലിറ്ററൽസ്. For Boolean literals, there are only two possible values, true or false. ഒന്നുകിൽ ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കണം, വളരെ നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത് ബൂളിയൻ ബി ഈക്വൽസ് ട്രൂ. അവിടെ നമ്മൾ സിംഗിൾ കോട്ട്സും ഡബിൾ കോട്ട്സും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ബൂളിയൻ ബി ഈക്വൽസ് ട്രൂ. ഇനി നിങ്ങൾ വെറും ബൂളിയൻ ബി ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ബൈ ഡീഫോൾട്ട് അത് ഫാൾസ് ആണ്. നമ്മൾ ഡാറ്റ ടൈപ്പ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞു. ഓക്കെ, ഇത്രയാണ് ബൂളിയൻ ലിറ്ററലിൽ നമുക്ക് ഇതേ പറയാനുള്ളൂ. ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, ഈ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ നാലാമത്തെ സ്ട്രിംഗ് ലിറ്ററൽ, അഞ്ചാമത്തേത് ബൂളിയൻ ലിറ്ററൽ. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ജാവ ലിറ്ററൽസ് ആണ്. നമ്മൾ ടോക്കൺസിൽ വരുന്ന നാലാമത്തെ ടോക്കൺ ആണ് ലിറ്ററൽസ്. അതിൽ നമ്മൾ ആദ്യം ഇന്റിജർ ലിറ്ററൽസ് പറഞ്ഞു, ഇന്റഗ്രൽ ലിറ്ററൽസ് പറഞ്ഞു, രണ്ടാമത് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് പറഞ്ഞു, മൂന്നാമത് ക്യാരക്ടർ ലിറ്ററൽസ് പറഞ്ഞു, നാലാമത് സ്ട്രിംഗ് ലിറ്ററൽ, അഞ്ചാമത് ബൂളിയൻ ലിറ്ററൽസ്. ഓക്കെ, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.